കുറച്ചു നേരം മനസ്സുകൊണ്ട് ഞാൻ എവിടേക്കോ പോയി. സ്വയം മറക്കുന്ന ചില നിമിഷങ്ങളാ സംഗീതം കൊണ്ട് കിട്ടുന്നത്. വരൂ. അല്ല, ഈ വേലയൊക്കെ കയ്യിലിരുന്നിട്ടും താനെന്തിനാ ഈ കൂലിപ്പണിക്ക് നടക്കുന്നത്? മ്യൂസിക് എന്തുകൊണ്ട് തനിക്കൊരു പ്രൊഫഷൻ ആക്കിക്കൂടാ? അത്രയ്ക്കൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അത്രയ്ക്കൊന്നും ഞാനതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല. ഒരു അനാഥാലയത്തിലാണ് ഞാൻ വളർന്നത്. വല്ലപ്പോഴുമൊക്കെ മറ്റു കുട്ടികളോടൊപ്പം പള്ളിയിൽ കൊയർ പാടാൻ പോകുമായിരുന്നു. എന്റെ പാട്ട് കേട്ടിട്ട് ഞങ്ങളുടെ ഫാദറിന് എന്നോട് താല്പര്യം തോന്നി. അദ്ദേഹമാണ് എന്നെ സംഗീതം പഠിപ്പിച്ചത്. പിന്നീട് വളർന്നപ്പോ, അനാഥാലയം വിട്ട് വെളിയിൽ വന്നപ്പോ ജീവിതത്തിന് മുമ്പിൽ സംഗീതം മറന്നു. കുറെ കാലമായി ഒരുപാട് ചുറ്റിക്കറങ്ങി. പരിചയിച്ചൊരു തൊഴിലോ പരിചയമുള്ള ആളുകളോ എനിക്കില്ലായിരുന്നു. ഒടുവിൽ വിശന്നപ്പോ ആരോഗ്യമുള്ളതുകൊണ്ട് കൂലിപ്പണിക്കിറങ്ങി. കേട്ടോ ലൂയിസേ, തന്റെ കഥ കേട്ടതുകൊണ്ടല്ല, എനിക്കറിയില്ല, തന്നോട് എന്തോ ഒരിഷ്ടം. ഒരുപാട് കാലമായിട്ട് ഒരു അടുപ്പമുള്ളതുപോലെ. വലിയ കുഴപ്പമില്ലല്ലേ? ഏയ്, ഉഷാറായിട്ടുണ്ട്. തനിക്കിതൊന്നും പാകമാവൂന്ന് വിചാരിച്ചതല്ല. പണ്ട് സെമിനാറിൽ നിന്ന് ടൂറിന് പോയപ്പോ ഒരു തമാശയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാ. എനിക്കിതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. വെറുതെ പെട്ടിയിൽ വെച്ച് പൂട്ടിയിട്ടെന്തിനാ? ഒക്കെ താൻ ഉപയോഗിച്ചോ. ഇരിക്കാം. അല്പ വൈൻ കഴിക്കല്ലേ? ഇന്ന് തന്നെ കണ്ടപ്പോ, താൻ തന്റെ കഥ പറഞ്ഞപ്പോ അറിയാതെ ഞാനിങ്ങ് എക്സൈറ്റഡ് ആയി. കഥ മുഴുവനായില്ല കേട്ടോ. ഒരിക്കൽ അനാഥാലയത്തിലെ ഒരു ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യാൻ ഒരു സ്ത്രീ വന്നു. പട്ടുസാരി ഉടുത്ത, മുടി ബോബ് ചെയ്ത ഒരു സൊസൈറ്റി ലേഡി. അന്ന് സ്റ്റേജിൽ ഞാൻ വയലിൻ വായിച്ചുകൊണ്ടിരുന്നപ്പോ തൊട്ട് മുമ്പിലിരുന്ന് അവരെന്നെ തുറച്ചു നോക്കി. ഫംഗ്ഷൻ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോ എന്റെ അരികിൽ വന്ന് അവരെന്നെ മോനെ എന്ന് വിളിച്ചു. അമ്മേ എന്ന് തിരിച്ചു വിളിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്തോ അവരോട് എനിക്ക് വെറുപ്പാണ് തോന്നിയത്. അവരാണ് എന്റെ അമ്മ. കേട്ടോ ലൂയിസേ, ഈ പള്ളിക്ക് പുറത്തു നിന്ന്, അതായത് ഈ കാനഡയിൽ നിന്നും മറ്റും ഗ്രാന്റ് കിട്ടുന്നുണ്ട്. ചാരിറ്റീസിന് വേണ്ടിയിട്ടാണ് അധികവും. കൂട്ടത്തിൽ ഇവിടുത്തെ കോൺവെന്റിലെ സിസ്റ്റേഴ്സും അന്തേവാസികളും ചേർന്ന് ഈ ഡോൾസ് ഉണ്ടാക്കുക, എംബ്രോയിഡറി തുന്നുക, അതൊക്കെ അങ്ങോട്ട് അയച്ചു കൊടുക്കുക ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോ ഞാനിവിടെ വന്നതിന് ശേഷം എന്റെ ഒരു താല്പര്യത്തിന്റെ പുറത്ത് അക്കൂട്ടത്തിൽ നമ്മുടെ ചില പാട്ടുകളൊക്കെ കാസറ്റിലാക്കി അങ്ങോട്ട് അയക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ ഞാൻ തന്നെയാണ് എഴുതുകയും കമ്പോസ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നത്. പക്ഷെ എനിക്കൊരു കുഴപ്പമുണ്ട്. ഞാൻ എങ്ങനെയൊക്കെ ട്യൂൺ ചെയ്താലും അത് ഈ പള്ളിപ്പാട്ടിന്റെ ഒരു സ്റ്റൈലേ ആവും. താൻ കൂടെ ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് പരിഷ്കരിക്കാം. തനിക്കതൊരു എക്സ്പീരിയൻസ് ആവും. എന്താ, എന്തു പറയുന്നു? അച്ഛന്റെ ഇഷ്ടം പോലെ. അപ്പോഴേ
നാളെ മുതൽ എന്റെ കൂടെ ലൂയിസും ഉണ്ടാവും ഇവിടെ. എന്താ ആഹാരം വേണമെന്ന് ചോദിച്ചറിഞ്ഞ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് തന്റെ ചുമതലയാ. മനസ്സിലായില്ലേ? Cheers. നശിപ്പിച്ചോ, എല്ലാം നശിപ്പിച്ചോ. എന്ന് അതല്ലേ പതിവുള്ളൂ. എന്റെ ഇഷ്ടം പോലെ ചെയ്തോ. അത് പക്ഷേ സ്വന്തം വീട്ടിൽ മതി. ഇത് ഞാനും എന്റെ മോനും കൂടി ഗതികെട്ട് ഇറന്ന് വാങ്ങിയ സ്ഥലമാ. ഇവിടെ കയറി ഭരിക്കാൻ വരണ്ട. ഞാൻ നിന്റെ കെട്ടിയവനാ, അത് നീ മറക്കണ്ട. കെട്ടിയവൻ മുടിപ്പിക്കാനും കുത്തിക്കവരാനും മാത്രമായിട്ട് തോന്നുമ്പോ കയറി വരും. എനിക്ക് ഇഷ്ടമുള്ളപ്പോ ഞാൻ കയറി വരും. നിന്ന് കിണങ്ങണ്ട കാശ് എടുത്തതാ, എനിക്ക് വേറെ ജോലിയുണ്ട്. ചോദിക്കുമ്പോ എടുത്ത് തരാനേ സമ്പാദിച്ച് കെട്ടി വെച്ചിരിക്കല്ലേ ഇവിടെ. ഒറ്റ പൈസ ഞാൻ തരില്ല. ചവിട്ടി ഞാൻ പാലും മുട്ട വിറ്റിട്ട് കാശ് നേടി കുഴിച്ചു മൂടിയോ എന്ന് തന്നെ വെച്ചോ. രാത്രിയും പകലും ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതേ നിങ്ങൾക്ക് കണ്ണുപിടിച്ച് കളയാനല്ല. അവകാശം പറഞ്ഞു വന്നിരിക്കുന്നു. മനസ്സില്ല തരാൻ. കഴിവുള്ളവളെ, എന്നോട് കാശ് ഭരിക്കാൻ ഞാൻ നോക്കട്ടെ. നീ കാശ് തരുന്നില്ലേ? കൊണ്ടുപോയി കാശ്. ലാസറേ, എന്താ ലാസറേ ഇത്? നീ ഇങ്ങനെ തുടങ്ങിയ കുറെ കഷ്ടമാണ് കേട്ടോ. ഞാൻ പിന്നെ എന്ത് വേണമെന്ന് അച്ചു? എനിക്ക് ഇത്തിരി കാശ് വേണമെങ്കിൽ കാല് പിടിക്കണോ? എപ്പോഴും നീ ഇങ്ങനെ വന്ന് കാശ് ചോദിച്ചാൽ അവളെ ഇവിടെ എടുത്ത് തരാനാ ലാസറേ? നീ അവൾക്ക് ചെലവിനോ കൊടുക്കുന്നില്ല. കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും സമാധാനമായിട്ട് ജീവിക്കാൻ കൂടെ സമ്മതിക്കില്ലാന്ന് വെച്ചാൽ അച്ഛൻ ഈ ഭാരിച്ച കാര്യമൊന്നും അന്വേഷിക്കണ്ട. ഈ ഒരുമ്പൊട്ടുടെ കയ്യിൽ നിന്ന് എങ്ങനെ കാശ് മേടിക്കണമെന്ന് എനിക്കറിയാം. ലാസറേ, നിന്റെ കളി കുറച്ച് കൂടുന്നുണ്ട്. അവർക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലാന്ന് വിചാരിക്കരുത്, കേട്ടില്ലേ? നിനക്കിപ്പോ എന്താ ലാസറേ വേണ്ടത്? പണം, അത്രല്ലേ ഉള്ളൂ? ഇതോ കൊണ്ടുപോയി തിന്ന. കർത്താവിനെ ഓർത്ത് നീ ഇനി വഴക്കിനും പുക്കാരനും പറഞ്ഞു. ഞാനങ്ങനെ ഒഴിഞ്ഞു പോയി നേരം കരുതണ്ട. നീ പോ ലാസറേ, പോ. ഞാൻ ഇനിയും വരും. നീ ഉടുപ്പിട്ടതോടെ രക്ഷപ്പെട്ടു. ഓരോ തവണ വഴക്കും ഭീഷണിയായിട്ട് വരുമ്പോ അച്ഛനിങ്ങനെ പണം കൊടുക്കാൻ ഇരുന്നിട്ടാ. നീ അതൊന്നും സാരമാക്കണ്ട മേരിക്കുട്ടി. പണം പൊക്കോട്ടെ, എന്നാലും അത്ര സ്വൈര്യം ഉണ്ടാവില്ലോ. ഇനി ഇത് ആവർത്തിച്ചാലല്ലേ, അപ്പൊ നോക്കാം. ഞാൻ കൂടെ മുൻകൈ എടുത്ത് നടത്തി കൊടുത്ത കല്യാണ. പക്ഷെ പറഞ്ഞിട്ടെന്താ, ആ ലാസർ ഉള്ള മുതൽ മുഴുവൻ മുടിപ്പിച്ചു. ചേച്ചിയെ മാത്രമല്ല അനിയത്തെയും കൂടെ നശിപ്പിക്കുമെന്നുള്ള പുറപ്പാടായപ്പോ പാവം തെരേസ രക്ഷപ്പെട്ട് ഓടിപ്പോന്നതാ. കന്യാസ്ത്രീ ആവാൻ ആ കുട്ടിയെ പ്രേരിപ്പിച്ചത് ചേച്ചിയുടെ ജീവിതം കണ്ടിട്ടുള്ള മടുപ്പാവും. പെട്ടെന്നായിരുന്നു തീരുമാനവും. അപ്പോ അവരുടെ അപ്പനും അമ്മയൊക്കെ? അമ്മ ചെറുപ്പത്തിലെ മരിച്ചു. പിന്നുള്ളത് അപ്പൻ പൈലിച്ചേട്ടൻ, ഒരു പഞ്ചപാവം. പൊന്നുപോലെ വളർത്തിയ പെമ്മക്കള് കൺമുമ്പ് വെച്ച് നരയിക്കുന്നത് കണ്ട് എതിർക്കാൻ ത്രാണിയില്ലാണ്ട് അയാൾ നാട് വിട്ടു. മരുമോൻ തല്ലിയിറക്കുകയാണെന്നും പറയാം. ഇപ്പോ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ കർത്താവിന് മാത്രം അറിയാം. ആ ലാസറിനെ കൊണ്ട് പൊറുതി കൂട്ടിയപ്പോഴാ പാവം മേരി വാടക വീട്ടിൽ നിന്ന് കുട്ടനെയും കൊണ്ട് ഒളിച്ചോടി പോകുന്നത്. പിന്നെ പല്ലുവക സ്ഥലത്ത് ഞാനാ താമസിക്കാൻ ഏർപ്പാടാക്കിയത്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാ ആ വീട് കെട്ടിയതും പശുവിനെ വാങ്ങിച്ചതും ഒക്കെ. ചാണകം വാരിയിട്ടായാലും പാല് വെച്ചിട്ടായാലും ബാങ്കിലെ കടം വീട്ടണം, നിത്യവൃത്തി കഴിക്കണം. അതിനാ പാവം കിടന്ന് ശ്വാസം മുട്ടുക. അതിനിടയില അവന്റെ ഒരു എന്നും കണ്ണീരോടെ അവള് വനിയെത്തി മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം തമ്പുരാൻ എന്തെങ്കിലും അവരുടെ വിളി കേൾക്കും. എന്താടാ ഇത്ര വേഗം മടങ്ങിയേ? കെട്ടിയുള്ള സൽക്കാരമൊക്കെ കഴിഞ്ഞോ? സൽക്കാരം ഞാൻ തൊടുത്ത കറപ്പാണെന്ന് പട്ടി കഴിവറടാ മകള്. അല്ലെങ്കിൽ അവളുടെ അടുത്ത് ചെല്ലുമ്പോ നീ വെറും തൃണല്ലേടാ. ഇറങ്ങി പോവാൻ പറഞ്ഞ തൊലിഞ്ഞ മോന്തായിട്ട് ഇങ്ങോട്ട് പോരും. നീ എന്റെ അരുതിനായി പോയി. ഇല്ലെങ്കിൽ ഞാൻ വേറെ വർത്താനം പറഞ്ഞാനെ. എനിക്ക് അവളെ വേണ്ടതേ. പക്ഷെ ചില്ലുവാനം കിട്ടാതെ ലാസർ പണിക്ക് പുറത്തിറങ്ങത്തില്ല. അത് കളാ. പെമ്പർന്നോരുടെ അടുത്ത് പൂത്ത നൂറിന്റെ നോട്ട് ഒത്തിരിയുള്ള ലക്ഷ്യമുണ്ടല്ലോടാ. കണ്ണും പിടി കാട്ടിയപ്പോ അച്ഛനെ അടുത്തത്. ഇപ്പൊ രക്ഷാധികാരി ആയാളാണല്ലോ. നിക്ക് കാശ് കിട്ടിയപ്പോ ഒറ്റയ്ക്ക് അങ്ങോട്ട് പൂശാന്ന് വിചാരിച്ചല്ലേ? കുടുംബസ്നേഹം ഇല്ലാത്തവനെ. ആ വണ്ടി പോട്ടെ, ഓട്ടണ വണ്ടി ചാരാശാപിക്കല് പോട്ടെ. 1 2 3